നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു CPM നേതാവിന്റെ അതിരുകടന്ന പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. മലബാറിലെ ജനങ്ങൾക്കെതിരെ അധിക്ഷേപ പ്രസംഗവുമായി CPM കൊട്ടാരക്കര ഏരിയ സെക്രട്ടറി. മലബാറിൽ നിന്നുള്ളവർ ബസ് പിടിച്ച് കൂട്ടത്തോടെ തിരുവനന്തപുരത്ത് വന്ന് തിന്നുകുടിച്ച് മുടിച്ച് കാര്യം സാധിച്ച് മടങ്ങുകയാണെന്ന് കൊട്ടാരക്കര ഏരിയ സെക്രട്ടറി PK ജോൺസൺ പറയുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്ക് തിരുവനന്തപുരത്ത് പോയാലും ഒരു മന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടറിയിലോ പ്രവേശിക്കാൻ പോലും കഴിയില്ലെന്നും PK ജോൺസൺ ആരോപിച്ചു. തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറി ലഭിക്കണമെങ്കിൽ 6 മാസം മുമ്പ് തന്നെ ബുക്ക് ചെയ്യേണ്ട സാഹചര്യമാണുള്ളതെന്നും എല്ലാ മുറികളും നേരത്തെ ബുക്ക് ചെയ്തിരിക്കുകയാണെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറയുകയാണ്. PK ജോൺസന്റെ ഈ പരാമർശങ്ങൾക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങളും ചർച്ചകളും ഉയരുന്നുണ്ട്. എന്താണ് ഇയാൾ ഇങ്ങനെ പറയാൻ കാരണമെന്നും എന്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ വിളമ്പുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. കൊട്ടാരക്കര ഉമ്മന്നൂർ പഞ്ചായത്തിൽ നടന്ന LDFന്റെ യോഗത്തിലായിരുന്നു വിവാദ പ്രസംഗം നടന്നത്. മുൻ മന്ത്രി KB ഗണേഷ് കുമാർ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്ത വേദിയിലായിരുന്നു PK ജോൺസൺ ഇത്തരം ഒരു അധിക്ഷേപപരമായ പരാമർശം നടത്തിയത്. തിരുവനന്തപുരത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ. മലബാറിൽ നിന്നുള്ളവരുടെ വരവ് കാരണം മന്ത്രിമാരുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ കയറാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് അദ്ദേഹം പറയുന്നു. മലബാറും കാസർഗോഡും തുടങ്ങി മലബാർ ഭാഗങ്ങളിൽ നിന്ന് ബസ് പിടിച്ച ആളുകൾ തിരുവനന്തപുരത്ത് വരികയാണ്. അവിടെ 1-2 ആഴ്ച താമസിച്ച് കാര്യങ്ങൾ സാധിച്ച് തിന്നു കുടിച്ച് മുടിച്ച് ശേഷമാണ് അവർ മടങ്ങുന്നത്. തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ മുറി കിട്ടണമെങ്കിൽ 6 മാസം മുമ്പ് ബുക്ക് ചെയ്യേണ്ട അവസ്ഥയാണെന്നും മലബാർ ഭാഗങ്ങളിൽ നിന്നുള്ളവർ വന്ന് മുറികളെല്ലാം കൈക്കലാക്കുകയാണെന്നും ഏരിയ സെക്രട്ടറി പറയുന്നു. ഈ മലപ്പുറം, കാസർഗോഡ്, മലബാർ സൈഡിൽ നിന്നൊക്കെ ബസ് പിടിച്ച് അവിടെ നിന്ന് വന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ 1-2 ആഴ്ച അവിടെ താമസിച്ച് കാര്യങ്ങളൊക്കെ സാധിച്ച് തിന്നു കുളിച്ച് മുടിച്ച് ബാക്കി ഞാൻ പറയുന്നില്ല. പൊതുമരാമത്ത് വകുപ്പിലിട്ട് അലക്കുകയാണ്. 10 ലക്ഷവും 15 ലക്ഷവുമാണ് ഈ AEയുടെ കച്ചവടം ഉറപ്പിച്ചത്. AEക്ക് 25 ലക്ഷത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ ഓരോ വകുപ്പിനും ഉദ്യോഗസ്ഥന്മാരെ ലേലം വിളിച്ചു കൊണ്ട് നിർത്തി കോൺഗ്രസുകാർക്ക് ഈ 10 വർഷം നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കാൻ വേണ്ടി കേരളത്തെ അഴിമതിയുടെ ലാവണമാക്കി മാറ്റുകയാണ്. ഖദറുകാരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു മന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് കയറാൻ പറ്റില്ല, സെക്രട്ടേറിയറ്റിൽ ഒട്ടും ചെല്ലാൻ കഴിയില്ല. ഖദറൊക്കെ ഇട്ട് രാവിലെ തേച്ചു മിനുക്കി വടിപോലെയാക്കിയ ഖദറ ഇട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും തിരുവനന്തപുരത്തെ ഹോട്ടലുകളിലും തങ്ങുകയാണ്. പണ്ട് ഇവിടുത്തെ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ആളുകൾ വരില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ബുക്ക് ചെയ്യണമെങ്കിൽ അവിടെ റൂം വേണമെങ്കിലും 6 മാസം മുമ്പ് ബുക്ക് ചെയ്യണം. കാരണം 6 മാസത്തേക്ക് ബുക്ക് ചെയ്ത് തീർക്കുകയാണെന്നും ജോൺസൺ പറയുകയാണ്. അല്ല, ഒരു സംശയം, ഈ കൊട്ടാരക്കര തിരുവനന്തപുരത്ത് ഏറ്റവും അടുത്തുള്ള കൊട്ടാരക്കര കിടക്കുന്ന അദ്ദേഹം എന്തിനാണ് ഈ 5 സ്റ്റാറും 4 സ്റ്റാറും 3 സ്റ്റാറും ഹോട്ടൽ തിരുവനന്തപുരത്ത് വന്ന് ബുക്ക് ചെയ്യുന്നത്? അതും താങ്കൾ പറഞ്ഞതുപോലെ തിന്നും കുടിച്ചും കളിച്ചും പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല എന്ന രീതിയിലാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സംഗതി വിവാദമായിരിക്കുകയാണ്. മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ.